ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അവയവദാനത്തിന്റെ സന്ദേശം നമ്മുടെ സമൂഹത്തിൽ ഇനിയും വേണ്ടത്ര എത്തിയിട്ടില്ല. മരണശേഷം മനുഷ്യാവയവങ്ങൾ ദാനം നൽകുന്നത് മറ്റൊരു ജീവിതത്തിന്റെ തുടർച്ചയാണ് നാം സമ്മാനിക്കുന്നത്. അവയവദാനം മഹാദാനം എന്ന സന്ദേശമാണ് സ്നേഹസ്പർശം കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റി നൽകുന്നത്. ഇതേക്കുറിച്ചുള്ള വാർത്തകൾ കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കോഴിക്കോട് 2ാം നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായുള്ള വിഷൻ 2030യുടെ ഭാഗമായുള്ള ജനസഭയ്ക്ക് തുടക്കം. സ്വകാര്യ മേഖലയിൽ ദളിത് വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുമെന്ന് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നാൾക്കുനാൾ പ്രമേയം പാസാക്കുന്നത് ദളിതരെ കബളിപ്പിച്ച് വീണ്ടും കൂടെ നിർത്താനുള്ള തന്ത്രം മാത്രമാണെന്ന് കേരള ദളിത് ഫെഡറേഷൻ. ന്യൂനപക്ഷ വിഭാഗത്തിലെ വിധവകൾക്ക് ഈ ബജറ്റിൽ 25 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്ന് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി മഞ്ഞളാംകുടി അലി. വിശദമായ വാർത്തകളിലേക്ക്. 2ാം നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള വിഷൻ 2030ക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായുള്ള ജനസഭ കല്ലായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നിയോജക മണ്ഡലം MLAയും മന്ത്രിയുമായ MK മുനീർ ജനസഭ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിയുള്ള പെൺകുട്ടികൾക്കുള്ള വിവാഹധന സഹായമായി 4 ലക്ഷം രൂപയും സാമൂഹ്യ സുരക്ഷാ മിഷൻ 1220 പേർക്കുള്ള ക്ഷേമനിധിയിൽ 50 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങളും വിതരണം ചെയ്തു. നവവികസന സംസ്കാരം രൂപപ്പെടുത്തുന്നതിനും തദ്ദേശ സ്വയംഭരണ സർക്കാരുകളെ ശക്തിപ്പെടുത്തുന്നതിനും ജനപ്രതിനിധികളുടെയും MLAയുടെയും സാന്നിധ്യത്തിൽ കോഴിക്കോട് 2ാം നിയോജക മണ്ഡലം തലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് നടപ്പാക്കുന്നതിനായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ സഹകരണത്തോടെ വിഷൻ 2030 നടപ്പാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായുള്ള ജനസഭ കല്ലായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. നിയോജക മണ്ഡലം MLAയും മന്ത്രിയുമായ ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയിലൂടെ 1 ലക്ഷം രൂപ, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ 8 ലക്ഷം രൂപ ഇവിടെ വെച്ച് വിതരണം ചെയ്യും. അതുപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റായവരുടെ വെൽഫെയർ കോർപ്പറേഷൻ ഏകദേശം 1 ലക്ഷം രൂപ. അങ്ങനെ ഒരു 30 ലക്ഷം രൂപയുടെ സഹായധന വിതരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തീർപ്പാക്കി കഴിഞ്ഞു. അതിന്ന് ഇവിടെ വെച്ച് വിതരണം ചെയ്യുന്നുണ്ട്. പുതിയ പരാതികൾ ഇന്ന് സ്വീകരിക്കും. അതിനും വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പരിഹാരം കണ്ട് മറ്റൊരു ചടങ്ങിലൂടെ നമുക്ക് ആ സഹായങ്ങളും ഇവിടെ വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും എന്ന് ഞാൻ അറിയിക്കാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ സുരക്ഷാ മിഷൻ 1220 ആളുകൾക്കുള്ള ക്ഷേമ പദ്ധതിയിൽ നിന്നുള്ള 50 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങളും വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ വഴി സ്വയം തൊഴിൽ ചെയ്യുന്ന സൈഡ് വീൽഡ് ഘടിപ്പിച്ച സ്കൂട്ടർ ഉൾപ്പെടെയുള്ള 30 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളും, സാമൂഹ്യനീതി വകുപ്പ് വനിതകൾ ഗൃഹനാഥയുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് 350 ലക്ഷം രൂപ സ്കോളർഷിപ്പും വിതരണം ചെയ്തു. ഭിന്നശേഷിയുള്ള പെൺകുട്ടികൾക്കുള്ള വിവാഹധന സഹായകമായി 4 ലക്ഷം രൂപയും ശുചിത്വ മണ്ഡലം പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിന്റെ സ്കൂളുകൾക്ക് 4 ലക്ഷം രൂപയുടെ വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റും വിതരണം ചെയ്തു. DCP D സാലിഹ്, കോർപ്പറേഷൻ കൌൺസിലർ ബസീലിയ സംഷുദ്ദീൻ, ഐഷാബി പാണ്ഡികശാല തുടങ്ങിയവർ പങ്കെടുത്തു. സ്വകാര്യ മേഖലയിൽ ദളിത് വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നാൾക്കുനാൾ പ്രമേയം പാസാക്കുന്നത് ദളിതരെ കബളിപ്പിച്ച് വീണ്ടും കൂടെ നിർത്താനുള്ള തന്ത്രം മാത്രമാണെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P രാമഭദ്രൻ. KDF സംസ്ഥാന നേതൃസമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന നേതൃസമ്മേളനമാണ് കോഴിക്കോട് ശിക്ഷസദനിൽ വിപുലമായി സംഘടിപ്പിച്ചത്. ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് P രാമഭദ്രൻ നേതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ദേവസ്വം ബോർഡുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ ഖജനാവിൽ നിന്നുള്ള ധനസഹായം നൽകുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ ജനസംഖ്യാനുപാതികമായി സംവരണം ഏർപ്പെടുത്തി നിയമനം നടത്തിയിരുന്നുവെങ്കിൽ അഭ്യസ്തവിദ്യരായ ദളിത് വിഭാഗക്കാരുടെ തൊഴിലില്ലായ്മ എന്നെ പരിഹരിക്കുമായിരുന്നുവെന്ന് രാമഭദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്വകാര്യ മേഖലയിൽ ദളിത് വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തണമെന്നും CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നാൾക്കുനാൾ പ്രമേയം പാസാക്കുന്നത് ദളിതരെ കബളിപ്പിച്ച് വീണ്ടും കൂടെ നിർത്താനുള്ള തന്ത്രം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ CPM പറയുന്നു സ്വകാര്യ മേഖലയിൽ സംവരണം വേണം. പണ്ടും അവരിങ്ങനെ പ്രമേയം പാസാക്കി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെയും സ്ഥാപനത്തിൽ നമുക്ക് സംവരണം വേണ്ട. ഇവിടെ നമുക്ക് സർക്കാരിന്റെ ധനസഹായം കിട്ടുന്ന സ്ഥാപനങ്ങളിൽ മാത്രം സംവരണം ഏർപ്പെടുത്തിയാൽ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ മുഴുവൻ പട്ടികജാതി വർഗക്കാരുടെയും തൊഴിലില്ലായ്മ ആ വർഷം തന്നെ പരിഹരിക്കും. സ്വകാര്യ മേഖലയിൽ സംവരണത്തിനായി ഇപ്പോൾ പ്രമേയം പാസാക്കിയിരിക്കുന്ന CPM അവരുടെ സ്ഥാപനങ്ങളിലും പാർട്ടിയിലും ദളിത് വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകിയിട്ട് മതി മറ്റുള്ളവരെ ഉദ്ബോധിപ്പിക്കുന്നതിനായി പ്രമേയം പാസാക്കേണ്ടതെന്നും രാമഭദ്രൻ കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ KDF സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TP ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. CPI നാഷണൽ കൌൺസിൽ മെമ്പർ TV ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി KV സുബ്രഹ്മണ്യൻ, KPC കുട്ടി മാസ്റ്റർ, CK കുമാരൻ, ബോബൻ G നാഥ്, AM ഗോപാലൻ, VM ലീല, PT ജനാർദ്ദനൻ, NP ചിന്നൻ, V ഹരിദാസൻ, M ബിനാൻസ്, KR അറുമുഖൻ, PG പ്രകാശ്, PV ദാമോദരൻ, PM സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂനപക്ഷ വിഭാഗത്തിലെ വിധവകൾക്ക് ഈ ബജറ്റിൽ 25 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്ന് ന്യൂനപക്ഷ മന്ത്രി മഞ്ഞളാംകുഴി അലി. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏർപ്പെടുത്തിയ മദ്രസ അധ്യാപകരുടെ മക്കൾക്കുള്ള വിവാഹ ധനസഹായ വിതരണവും കേശപാട് ദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിലെ കേരള മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ അംഗങ്ങളായവരുടെ മക്കൾക്കുള്ള വിവാഹ ധനസഹായ വിതരണവും 10ാം തരത്തിൽ A+ നേടിയ ഉറുദു വിദ്യാർത്ഥികൾക്കുള്ള കേശപാട് വിതരണവുമാണ് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. ദുർബലരായ ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാനുസൃതമായ അവകാശങ്ങൾ സംരക്ഷിച്ചും വിവിധ വിദ്യാഭ്യാസ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയും സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംസ്ഥാനത്തെ മദ്രസ അധ്യാപകർക്കായി ഇതിനകം നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ വർഷം നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് വിവാഹ ധനസഹായം. പ്രധാനമന്ത്രിയുടെ 15 പരിപാടി അനുസരിച്ച് ഉറുദു ഭാഷയുടെ പ്രോത്സാഹനത്തിനായി രാജ്യവ്യാപകമായി നടപ്പിലാക്കി വരുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 10ാം തരത്തിൽ ഉറുദു 1ാം ഭാഷയെടുത്ത് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടുന്ന വിദ്യാർത്ഥികൾക്കുള്ള കേശവാട കഴിഞ്ഞ വർഷം മുതലാണ് സംസ്ഥാനത്ത് നൽകി തുടങ്ങിയത്. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ നഗരകാര്യ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു. മദ്രസ അധ്യാപകരിലെ 90% പേരും ഇപ്പോൾ ക്ഷേമനിധിക്കു പുറത്താണെന്നും ന്യൂനപക്ഷ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികൾ മദ്രസ അധ്യാപകർ ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിൽ 1,30,000 മദ്രസ അധ്യാപകരുണ്ട് എന്നാണ് കണക്ക്. ഇതിൽ 17,000 അധ്യാപകർ മാത്രമാണ് ക്ഷേമനിധിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ന്യൂനപക്ഷ വിഭാഗത്തിലെ വിധവകൾക്ക് വീട് നിർമ്മാണ പദ്ധതിക്കായി 25 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 1,30,000 വരുന്ന മദ്രസ അധ്യാപകർ നമ്മുടെ കേരളത്തിലുണ്ടെന്നാണ് കണക്കാക്കുന്നത്. MLA K ഉമ്മർ മാസ്റ്റർ അധ്യക്ഷം വഹിച്ചു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ P നസീർ, KSICD ചെയർമാൻ MC മൈൻ ഹാജി, കോട്ടുമല ബാപ്പു മുസ്ലിയാർ, കടക്കൽ അബ്ദുൾ അസീസ് മൌലവി, MK അബ്ദുൾ ഹമീദ്, ഡോക്ടർ ഗിരീഷ് ചോലയിൽ, TP അബ്ദുൾ കോയ മദനി, KK മുഹമ്മദ്, EK മുഹമ്മദ് ഷാഫി, M കുഞ്ഞിമൊയ്തീൻ കുട്ടി, PKC മുഹമ്മദ്, UK മുഹമ്മദ്, അബ്ദുൾ നാസർ പുലത്ത് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ഹീമോഫീലിയ രോഗികളോടുള്ള പൊതുസമൂഹത്തിന്റെ പ്രതികരണം ക്രൂരമാണെന്ന് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. നീതിബോധമുള്ള പൊതുസമൂഹത്തിൽ നിന്നും രോഗികൾ ആവശ്യപ്പെടുന്നത് ആത്മവിശ്വാസം വളർത്തുന്ന പ്രവർത്തനങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോക ഹീമോഫീലിയ ദിനാചരണത്തിന്റെ ഭാഗമായി മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ നടന്ന ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും വളരെയധികം പ്രയാസങ്ങളും വിഷമതകളും അനുഭവിക്കേണ്ടി വരുന്ന ഹീമോഫീലിയ രോഗികളുടെ പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും അധികൃതരിൽ നിന്നും അനുഭാവപൂർണമായ നടപടികൾ ഒരു പരിധിവരെ നേടിയെടുക്കാനും വേണ്ടി ശ്രമിക്കുന്ന സംഘടനയാണ് ഹീമോഫീലിയ സൊസൈറ്റി. സൊസൈറ്റിയുടെ കാലിക്കറ്റ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ വെച്ച് ലോക ഹീമോഫീലിയ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ ഹീമോഫീലിയ രോഗബാധിതരായ 400-ൽ പരം ആളുകളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയാണ് ഹീമോഫീലിയ സൊസൈറ്റി. ശാസ്ത്ര കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ നടന്ന ദിനാചരണ പരിപാടികൾ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. രോഗികളോടുള്ള പൊതുസമൂഹത്തിന്റെ പ്രതികരണം ക്രൂരമാണെന്നും ഹീമോഫീലിയ രോഗികൾ സമൂഹത്തിൽ വിവേചനം നേരിടുകയാണെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഹീമോഫീലിയ രോഗികൾക്ക് പ്രത്യേക പരിരക്ഷ ഏർപ്പെടുത്തുവാൻ സർക്കാർ തയ്യാറാവണം. നീതിബോധമുള്ള പൊതുസമൂഹത്തിൽ നിന്നും രോഗികൾ ആവശ്യപ്പെടുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ പറയുന്നത് വികലാംഗരുടെ പട്ടികയിൽപ്പെടുത്തുകയല്ല വേണ്ടത് എന്നാണ് എന്റെ വ്യക്തിഗത അഭിപ്രായം. മറിച്ച്
ഇവർക്ക് വേണ്ടി പ്രത്യേകമായ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി പ്രത്യേക പരിരക്ഷ നൽകുന്ന ഒരു വികലാംഗൻ എന്ന് പറയുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടവനാണ്. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുക. അതിനേക്കാൾ നല്ലത് അതേപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇത് കിട്ടുന്ന അതിനൊക്കെ ഈസിയായിട്ട് സാധിക്കും. ഇതിലൊക്കെ കാലിക്കറ്റ് ചാപ്റ്ററിലെ സെക്രട്ടറി ഡോക്ടർ CP അബൂബക്കർ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. പ്ലാനറ്റോറിയം ഡയറക്ടർ രാമചന്ദ്രൻ, പീഡിയാട്രിക് ഹെമറ്റോളജി പ്രൊഫസർ ഡോക്ടർ അജിത് കുമാർ, കീ പേഴ്സൺ TM ഹംസ, വുമൻസ് ഗ്രൂപ്പ് മെമ്പർ ഡോക്ടർ അനുപമ, വൈസ് പ്രസിഡന്റ് VP സാദിഖ്, ട്രഷറർ CM റുസ്ലാബി തുടങ്ങിയവർ സംബന്ധിച്ചു. BMS പയ്യോളി മേഖലാ പ്രസിഡന്റ് AK ബൈജുവിനെ മർദ്ദിച്ച കൊയിലാണ്ടി CIയെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സംഘപരിവാർ സംഘടനകൾ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. BJP സംസ്ഥാന സെക്രട്ടറി VV രാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BMS പയ്യോളി മേഖലാ പ്രസിഡന്റ് AK ബൈജുവിനെ ക്രൂരമായി മർദ്ദിച്ച കൊയിലാണ്ടി CI R ഹരിദാസിനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സംഘപരിവാർ സംഘടനകൾ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. RSSന്റെയും BMSന്റെയും സംസ്ഥാന നേതാക്കൾ മാർച്ചിന് നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. CIക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉൾക്കൊള്ളുന്ന മുദ്രാവാക്യം വിളികളോടെയാണ് മാർച്ച് നടന്നത്. സ്റ്റേഷൻ പരിസരത്ത് വടകര DYSP P പ്രദീപ് കുമാറിന്റെയും പയ്യോളി CI സുരേഷ് ബാബുവിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് മാർച്ച് തടഞ്ഞു. BJP സംസ്ഥാന സെക്രട്ടറി VV രാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ CIക്കെതിരെ പരാമർശമില്ലാത്ത ഒരു ദിവസവുമില്ല എന്നുള്ളതാണ് ഇപ്പോ അവസ്ഥ. എന്നിട്ടും ഇയാളെ ഇവിടെ വെച്ച് ഇങ്ങനെ പൂജിക്കുന്നത് എന്തിനാണ് എന്ന് ഞങ്ങൾക്ക് അത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് വായനാരി വിനോദ്, ജില്ലാ സെക്രട്ടറി VK ജയൻ എന്നിവർ നേതൃത്വം നൽകി. വാർത്തകളിൽ ഇടവേള. For you, forever. Apollo Gold. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്, മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. വിശുദ്ധ ഖുർആനിലും ബൈബിളിലും പരാമർശിക്കുന്ന നൂഹയുടെ പേടകം ഇതാ പുനരവതരിക്കുന്നു. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ ഏപ്രിൽ 1 മുതൽ 20 വരെ ഹാഫ് ബേക്ക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക പുഷ്പമേള. വിദേശീന മത്സ്യങ്ങൾ, കിളികൾ, പ്രാവുകൾ, കോഴികൾ, നായകൾ തുടങ്ങി എല്ലാവിധ ഓമന വളർത്തുമൃഗങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും. വ്യത്യസ്തങ്ങളായ ഗൃഹോപകരണങ്ങളുടെ ഷോപ്പിംഗ് മാമാങ്കം. ഒപ്പം രുചിപ്പൂരമൊരുക്കി ഫുഡ് ഫെസ്റ്റിവലും. രാവിലെ 11 മണി മുതൽ 8:30 വരെ. ഫ്ലാഷ്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. സ്വന്തം തറികളിൽ കല്യാൺ സിൽക്സ് നെയ്തൊരുക്കുന്ന മംഗല്യപ്പട്ട് 1 നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമാണ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 21 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. മരണശേഷം മനുഷ്യാവയവങ്ങൾ ദാനം നൽകുന്ന കാര്യത്തിൽ സമൂഹം ഇനിയും ബോധവാന്മാർ ആകേണ്ടതുണ്ടെന്ന് ജില്ലാ കളക്ടർ N പ്രശാന്ത്. സ്നേഹസ്പർശം കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്നേഹസ്പർശം കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഡിസീസ്ഡ് ഡോണർ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻ മലബാർ റീജിയൻ എന്ന വിഷയത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഹോട്ടൽ മലബാർ ഗേറ്റിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട്, മലപ്പുറം, വയനാട് തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള ഹോസ്പിറ്റൽ അധികാരികളും സ്റ്റാഫുകളും കൺവെൻഷനിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ N പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി. മരണശേഷം മനുഷ്യാവയവങ്ങൾ ദാനം നൽകുന്ന കാര്യത്തിൽ സമൂഹം ഇനിയും ബോധവാന്മാർ ആകേണ്ടതുണ്ടെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു.
വെറുതെ നന്നായി പോകുന്ന സാധനമാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്നുള്ളത്. മരിച്ചു കഴിഞ്ഞിട്ടും ശരീരം വിടില്ല എന്നുള്ളത് അവർ വളരെ പ്രാക്ടിക്കലായിട്ടും വളരെ. മലബാറിലെ ആദ്യത്തെ അവയവ ശസ്ത്രക്രിയ ചെയ്ത അർജുൻ ജോർജിന്റെ അച്ഛൻ TJ ജോർജ് മുഖ്യാതിഥിയായിരുന്നു. അവയവദാനത്തിന്റെ പ്രാധാന്യം, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന്റെ വിവിധ ഘട്ടങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ചർച്ചയിൽ KNOS നോഡൽ ഓഫീസർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ്, ഡോക്ടർ TP നൌഷാദ്, ഡോക്ടർ ലിസ ജോൺ, ഡോക്ടർ സൗമ്യ CV, ഡോക്ടർ പ്രേമകുമാർ PS, ഡോക്ടർ സജീർ സഹദേവൻ, ഡോക്ടർ ഫിറോസ് അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. അഡീഷണൽ സെഷൻ ജഡ്ജ് RL ബൈജു, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C രവീന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. നിയമങ്ങൾ ലംഘിച്ച് ജനവാസ കേന്ദ്രത്തിൽ ഖുറാൻ കോളേജും ഹോസ്റ്റലും പണിയാനുള്ള നീക്കത്തിനെതിരെ 23-ന് പെരുവേൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് നാട്ടുകാർ അറിയിച്ചു. പെരുവേൽ ഗ്രാമപഞ്ചായത്ത് അംഗവും ബന്ധുക്കളും ചേർന്നാണ് നിയമവിരുദ്ധമായി കെട്ടിടം പണിയുന്നതെന്നും അവർ ആരോപിച്ചു. പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ കളരിപ്പുറയിൽ പാറനിലം പ്രദേശങ്ങളിലാണ് ഗ്രാമപഞ്ചായത്ത് അംഗം PP മുസ്തഫ ഹാജിയുടെ നേതൃത്വത്തിൽ കെട്ടിടം പണിയുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ തന്നെ കോട്ടേഴ്സിലെ മാലിന്യങ്ങളും കോളേജ് മെസ്സിലെ മലിനജലവും കാരണം പ്രദേശത്തെ കിണറുകൾ മലിനമാണ്. ഇതിനു പുറമെയാണ് പഞ്ചായത്ത് അംഗവും ബന്ധുക്കളും ചേർന്ന് ഖുർആൻ കോളേജും ഹോസ്റ്റലും പണിയുന്നത്. ഇതിനായി സമ്പാദിച്ച ബിൽഡിംഗ് പെർമിറ്റ് നേരത്തെ റദ്ദാക്കിയിരുന്നു. എന്നാൽ പഞ്ചായത്തിനെ സ്വാധീനിച്ച് വീണ്ടും പെർമിറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. മറ്റുള്ള കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്. പരാതി കൊടുത്ത പ്രകാരം പോലീസ് വന്ന് അന്വേഷിക്കും. പോലീസുകാർക്ക് ഈ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഗൾഫിലെ ചില അറബികളെ സ്വാധീനിച്ച് പണം തട്ടാനുള്ള നീക്കമാണ് കെട്ടിട നിർമ്മാണത്തിന് പിന്നിലെന്നും അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 23-ന് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുമെന്നും അവർ അറിയിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ചെട്ടിപ്പടി ശാഖയിൽ മോഷണ ശ്രമം. ശനിയാഴ്ച രാവിലെ ബാങ്ക് തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചെട്ടിപ്പടി ചേളാരി റോഡിൽ റെയിൽവേ ഗേറ്റിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുനില കെട്ടിടത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. രാവിലെ 7 മണിയോടെ ബാങ്ക് തുറക്കാനെത്തിയ ഉദ്യോഗസ്ഥരാണ് മുൻവശത്തെ ഗ്രിൽസിന്റെ പൂട്ടും ഷട്ടറിന്റെ പൂട്ടും പൊളിച്ച നിലയിൽ കണ്ടത്. സമീപത്തു നിന്നും പൂട്ട് പൊളിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ചില ഉപകരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പുലർച്ചെയോടെയായിരിക്കണം മോഷണ ശ്രമം നടന്നതെന്നാണ് പോലീസ് കരുതുന്നത്. ബാങ്ക് മുഴുവൻ സമയ CCTV നിരീക്ഷണത്തിലായതിനാൽ ദൃശ്യങ്ങളിൽ പ്രതികളുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അതേസമയം ബാങ്കിൽ നിന്നും എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. പരപ്പനങ്ങാടി പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ വിലക്കയറ്റ വിരുദ്ധ വനിതാ ധർണ സംഘടിപ്പിച്ചു. കോഴിക്കോട് PWD കോംപ്ലക്സിന് മുൻപിൽ നടന്ന ധർണ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള NGO യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് വിലക്കയറ്റ വിരുദ്ധ വനിതാ ധർണ സംഘടിപ്പിച്ചത്. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം PWD കോംപ്ലക്സിന് മുൻപിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബഡ്ജറ്റിലെ ഏറ്റവും ഈ കഴിഞ്ഞ കേരളത്തിലെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ ജനവിരുദ്ധമായുള്ള ഈ ബഡ്ജറ്റ് അതിവിദഗ്ധമായിട്ടാണ്. ആ ബഡ്ജറ്റിലെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് ഇനിയും അതിശക്തമായുള്ള പോരാട്ടം തുടരേണ്ടതുണ്ട്. ആ പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധർണയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നതായിട്ട് അറിയിക്കുന്നു. സുജാത കൂടത്തിങ്കൽ, PM മൊയ്തീൻ, K രാജചന്ദ്രൻ തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കേന്ദ്ര പെൻഷൻകാരുടെ പ്രശ്നങ്ങളുടെ നേർക്ക് അനുകൂല സമീപനം കൈക്കൊള്ളുവാൻ സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ 31ാം വാർഷിക ജനറൽ ബോഡി യോഗം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് P ചന്ദ്രശേഖരൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ പ്രമുഖരെ ആദരിച്ചു. 2006 ജനുവരി മുതൽ 2012 9 മാസം വരെയുള്ള കാലയളവിലെ തടഞ്ഞുവച്ച പെൻഷൻ കുടിശ്ശിക ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 17/3/2015 വിധി പ്രഖ്യാപനം അനുസരിച്ച് താമസമില്ലാതെ ലഭ്യമാക്കാനും സുപ്രീം കോടതിയുടെ 20/3/2015 മറ്റൊരു വിധിന്യായത്തിൽ ആവശ്യപ്പെട്ട പ്രകാരം 1/1/2006 മുൻപ് സേവനകാലം പൂർത്തിയാകാതെ പെൻഷൻ പറ്റിയവരുടെ കാര്യത്തിൽ മുഴുവൻ മിനിമം പെൻഷൻ ലഭിക്കാനുള്ള യോഗ്യതാ സേവനകാലം ചുരുങ്ങിയത് 20 വർഷമായി നിജപ്പെടുത്തി ഉടനടി ഉത്തരവിറക്കാനും കേന്ദ്ര സർക്കാരിനോട് സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. പൂന്താനം കവിതാ പുരസ്കാരം ലഭിച്ച പ്രശസ്ത കവി PP ശ്രീധരനുണ്ണിയെയും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ പ്രഥമ ശിഷ്യൻ പഴശ്ശി ശങ്കരവർമ്മരാജയുടെ പേരിലുള്ള പുരസ്കാരം ലഭിച്ച മ്യൂസിഷ്യൻ പാലാ CK രാമചന്ദ്രനെയും ചടങ്ങിൽ ആദരിച്ചു. ഇരുവരും ആകാശവാണിയിൽ നിന്ന് വിരമിച്ച ശേഷം സംഘടനയിൽ സജീവ അംഗങ്ങളാണ്. പ്രസിഡന്റ് P ചന്ദ്രശേഖരൻ അധ്യക്ഷം വഹിച്ചു. മുതിർന്ന അംഗം UK ഏറാടി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി T ബാലകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉജ്ജ്വൽ സിംഗ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് KK സുബ്രഹ്മണ്യൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി KM നാരായണൻ എന്നിവർ സംസാരിച്ചു.
വാർത്തകളിൽ മറ്റൊരിടവേള. For you, forever. Apollo Gold, Kozhikode, Tirur, Manjari, Vadagara, Kannur. Artistry Branded Jewelry Show. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് രാംമോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഏപ്രിൽ 4 മുതൽ 14 വരെ അപൂർവ രത്നാഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. വിദഗ്ധ കലാകാരന്മാർ തീർത്ത ഉത്കൃഷ്ട ആഭരണങ്ങളുടെ വിശേഷ ശ്രേണി. Malabar Gold and Diamonds. Celebrate the beauty of life. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്, മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ സിൽക്ക് കപ്പൽപ്പൊളി കേന്ദ്രത്തിൽ കപ്പൽപ്പൊളിക്കെതിരായ പ്രക്ഷോഭം ശക്തമാകുന്നു. ബേപ്പൂർ പോർട്ടിന്റെ വികസനത്തിനാവശ്യമായ സ്ഥലം വിട്ടു നൽകാതെ ബിനാമി കപ്പൽപ്പൊളിക്ക് സിൽക്കിനെ ഉപയോഗിക്കുന്നതിനെതിരെയാണ് തുറമുഖ തൊഴിലാളികൾ പ്രക്ഷോഭം നടത്തുന്നത്. ബേപ്പൂരിലെ കപ്പൽപ്പൊളി കേന്ദ്രത്തിലെത്തിയ കപ്പൽ തുറമുഖ തൊഴിലാളികൾ തടഞ്ഞ് കൊടിനാട്ടി. നേരത്തെ കൊണ്ടുവന്ന് പൊളിച്ച കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കടത്തിക്കൊണ്ടുപോവുകയായിരുന്ന ലോറിയും തടഞ്ഞു. ബേപ്പൂർ പോർട്ടിന്റെ വികസനത്തിനാവശ്യമായ സ്ഥലം വിട്ടു നൽകാതെ ബിനാമി കപ്പൽ പൊളിക്ക് സിലിക്കിനെ ഉപയോഗിക്കുന്നതിനെതിരായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധ സൂചകമായി കപ്പൽ തടഞ്ഞത്. പാട്ടത്തിന് നൽകിയ തുറമുഖ ഭൂമി വിട്ടു നൽകും വരെ സിൽക്കിൽ കപ്പൽ പൊളി ജോലി അനുവദിക്കില്ലെന്നും തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ചയാണ് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ലിമിറ്റഡ് കേരളയുടെ ബേപ്പൂർ കപ്പൽ പൊളി കേന്ദ്രത്തിൽ തൂത്തുക്കുടിയിൽ നിന്നും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നായകി ദേവി എന്ന കപ്പൽ പൊളിച്ചു നീക്കാനായി എത്തിയത്. ഉടൻ ബേപ്പൂർ തുറമുഖ വികസന ആക്ഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ CITU, INTUC, STU സംഘടനകളിലെ തൊഴിലാളികൾ കൂട്ടമായി എത്തി പ്രതിഷേധിക്കുകയായിരുന്നു. ആക്ഷൻ കൌൺസിൽ ഇക്കഴിഞ്ഞ 9-ന് സിൽക്കിലേക്ക് നടത്തിയ മാർച്ചിലും ധർണയിലും ഇനി പുതുതായി ബിനാമി കപ്പൽ പൊളി നടത്താൻ അനുവദിക്കില്ലെന്നും കപ്പലെത്തിയാൽ തടഞ്ഞ് തിരിച്ചയക്കുമെന്നും ട്രേഡ് യൂണിയൻ നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ 1-നെത്തിയ അഹല്യബായ് കപ്പൽ പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ പാലക്കാട്ടേക്ക് കയറ്റിക്കൊണ്ടുപോവുകയായിരുന്ന ലോറി വ്യാഴാഴ്ച വൈകിട്ടാണ് തടഞ്ഞത്. സംഭവം അറിഞ്ഞ് SI ജയകുമാറിന്റെ നേതൃത്വത്തിൽ ബേപ്പൂർ പോലീസ് എത്തി സംഘർഷാവസ്ഥ ഒഴിവാക്കി. തടഞ്ഞ ലോറി വെള്ളിയാഴ്ച ഉച്ചയോടെ സാധനങ്ങളുമായി പോയെങ്കിലും ഇനി പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചതിന് ശേഷമേ കപ്പലവശിഷ്ടങ്ങൾ കയറ്റി അയക്കാനാകുകയുള്ളൂ എന്ന അവസ്ഥയിലാണ്. പാട്ടക്കാലാവധി കഴിഞ്ഞ പോർട്ട് ഭൂമി തുറമുഖ വികസനത്തിനായി വിട്ടു നൽകുംവരെയും പ്രക്ഷോഭം ശക്തമായി തുടരാനാണ് തൊഴിലാളി സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. സിൽക്കിലെ കപ്പൽ പൊളിക്കെതിരെ തുറമുഖ വികസന ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ തിങ്കളാഴ്ച ചർച്ച നടക്കും. പകൽ 11-ന് പോർട്ട് ഓഫീസറുടെ കാര്യാലയത്തിലാണ് ചർച്ച നടക്കുക. യോഗത്തിൽ പോർട്ട് ഓഫീസർ, സിൽക്ക് പ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, വിവിധ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. NGO യൂണിയൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മൂലധന താൽപര്യവും മതമൌലികവാദവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സെൻട്രൽ ലൈബ്രറിക്ക് സമീപം നടന്ന സെമിനാർ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് M. തോമസ് ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മൂലധന താൽപര്യവും മതമൌലികവാദവും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. സെൻട്രൽ ലൈബ്രറിക്ക് സമീപം നടന്ന സെമിനാർ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് M. തോമസ് ഉദ്ഘാടനം ചെയ്തു. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ വിഷയാവതരണം നടത്തി. 1800 പദ്ധതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമാണ്. 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരം കൊളോണിയൽ അധികാരത്തിന്റെ നെടുന്തൂണുകളെ പിടിച്ചു നോക്കിയ ഝാൻസിയുടെ, ഗാന്ധിയ തോപ്പിയുടെ ഒക്കെ തന്നെ പോരാട്ടങ്ങൾ ഇന്ത്യയിലെ പട്ടാളക്കാരും കൃഷിക്കാരും നാട്ടിൻ പുറത്തെ സാധാരണ ആളുകളും ബ്രാഹ്മണരും ശൂദ്രരും മുസ്ലിങ്ങളുമെല്ലാം ഒന്നിച്ചു നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയ പോരാട്ടം. അതുപോലെ തന്നെ അവിഭക്ത പഞ്ചാബിൽ, ഇന്നത്തെ പഞ്ചാബ് ഇന്ത്യയുടെ ഭാഗമായ പഞ്ചാബുണ്ട്, ബംഗ്ലാദേശിന്റെ ഭാഗമായ പഞ്ചാബുണ്ട്, പാകിസ്ഥാന്റെ ഭാഗമായ പഞ്ചാബുണ്ട്. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TA മൊയ്തീൻ അധ്യക്ഷനായി. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK മോഹനൻ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K രാജചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ചാവറ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ 10 ദിവസത്തെ റോപ്പ് സ്കിപ്പിംഗ് പരിശീലന പരിപാടിക്ക് തുടക്കം. കുട്ടികൾക്ക് വിവിധ കളികളായും മുതിർന്നവർക്ക് ഫിറ്റ്നസ് പരിപാടിയുമായാണ് പരിശീലനം ഒരുക്കിയിട്ടുള്ളത്. ചാവറ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ 10 ദിവസത്തെ റോപ്പ് സ്കിപ്പിംഗ് പരിശീലന പരിപാടിക്ക് തുടക്കമായി. കുട്ടികൾക്ക് വിവിധ കളികളായും മുതിർന്നവർക്ക് ഫിറ്റ്നസ് പരിപാടിയുമാണ് പരിശീലനം ഒരുക്കുന്നത്. വ്യക്തിഗത പരിശീലനത്തിൽ ഫ്രീ സ്റ്റൈൽ, ജോഗിംഗ് സ്റ്റൈൽ എന്നിവയും സംഘ പരിശീലനത്തിൽ 2 റോപ്പ് ഒരുമിച്ച് കറക്കിയുള്ള നൃത്ത പരിശീലനവുമാണ് നൽകുന്നത്.
5 പേർ ഉൾപ്പെടുന്നതാണ് ഒരു സംഘം. 30 കുട്ടികളും 10 മുതിർന്നവരുമാണ് പരിശീലന ക്യാമ്പിലുള്ളത്. റോപ്പ് സ്കിപ്പിംഗ് ദേശീയ പരിശീലകനായ രാജേഷ് ഗാഡെ മുംബൈയാണ് പരിശീലകൻ. എല്ലാ പ്രായക്കാർക്കും സാധിക്കുന്ന പരിശീലന മുറകളാണ് നൽകുന്നതെന്ന് ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ ജോർജ് പുഞ്ചായിൽ പറഞ്ഞു. രാവിലെ 6:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് പരിശീലനം. മുതിർന്നവർക്ക് 3:30 മുതൽ 5:30 വരെ. 26-ന് സമാപിക്കും. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോർജ് പുഞ്ചായിൽ, ടോമി വലിയ വീട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. പട്ടികജാതി ക്ഷേമ സമിതി കോഴിക്കോട് സൌത്ത് നോർത്ത് ടൗൺ ഏരിയ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അംബേദ്കർ ജന്മദിന വാരാചരണം സംഘടിപ്പിച്ചു. സ്പോർട്സ് കൌൺസിൽ പുരുഷൻ കടലുണ്ടി MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതി കോഴിക്കോട് സൌത്ത് നോർത്ത് ടൗൺ ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ അംബേദ്കർ ജന്മദിന വാരാചരണം സംഘടിപ്പിച്ചു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. 68 വർഷം ഇതുവരെ ദളിതനായി തന്നെ നിൽക്കുന്നു എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മോഡി സർക്കാരിന്റെ സവർണാധിപത്യവും ഡോക്ടർ അംബേദ്കർ ചിന്തയും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ വിഷയാവതരണം നടത്തി. PKS ജില്ലാ കമ്മിറ്റി അംഗം P ബാബുരാജ് അധ്യക്ഷനായി. PKS ജില്ലാ സെക്രട്ടറി E രമേശ് ബാബു, KDF സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PT ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. PKS ടൗൺ ഏരിയ സെക്രട്ടറി KT സുനിൽ കുമാർ സ്വാഗതവും സൌത്ത് ഏരിയ സെക്രട്ടറി P രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. അബ്ദുൽ നാസർ മാദനിയോടുള്ള നീതി നിഷേധത്തിലും പീഡനത്തിലും പ്രതിഷേധിച്ച് PDP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാദനി ഐക്യദാർഢ്യ റാലി നടത്തി. ഇൻഡോർ സ്റ്റേഡിയം പരിസരത്തു നിന്നും ആരംഭിച്ച റാലി മുതലക്കുളത്ത് സമാപിച്ചു. അബ്ദുൽ നാസർ മദനിയോടുള്ള നീതി നിഷേധത്തിലും പീഡനത്തിലും പ്രതിഷേധിച്ച് PDP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലി നടത്തി. ഇൻഡോർ സ്റ്റേഡിയം പരിസരത്തു നിന്ന് ആരംഭിച്ച റാലി മുതലക്കുളത്ത് സമാപിച്ചു. അബ്ദുൽ നാസർ മദനിയുടെ വിചാരണ വേഗത്തിലാക്കണമെന്ന് സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ കേരളം കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് PDP ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പിന് മുൻപ് ജില്ലയിൽ പാർട്ടിയെ ശക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി ഭാരവാഹികൾ അറിയിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ ഷമീർ പയ്യനങ്ങാട് പ്രസംഗിച്ചു. ജില്ലാ പ്രസിഡന്റ് നൂറുദ്ദീൻ പയ്യോളി, സെക്രട്ടറി നൌഷാദ് കൊടിയത്തൂർ, ട്രഷറർ സിദ്ദീഖ് പുതുപ്പാടി എന്നിവർ നേതൃത്വം നൽകി. വർഗീയതയ്ക്കെതിരെ മതേതര കേരളം എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് നയിക്കുന്ന യുവകേരള യാത്രയ്ക്ക് ചമ്മാട് ഉജ്ജ്വല സ്വീകരണം നൽകി. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാഴ്ചയാണ് വർഗീയതയ്ക്കെതിരെ മതേതര കേരളം എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് നയിക്കുന്ന യുവകേരള യാത്രയ്ക്ക് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ചമ്മാട് സ്വീകരണം നൽകിയത്. കഴിഞ്ഞ ഏപ്രിൽ 8-ന് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച യാത്ര വെള്ളിയാഴ്ച ചമ്മാട് എത്തിച്ചേരുകയായിരുന്നു. സ്വീകരണ സമ്മേളനം വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഇക്ബാൽ കല്ലുങ്ങൽ അധ്യക്ഷം വഹിച്ചു. കവി രാവണപ്രഭു വിശിഷ്ടാതിഥിയായിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്, KNA ഖാദർ MLA, PK ഫിറോസ്, C അബൂബക്കർ ഹാജി, M മുഹമ്മദ് കുട്ടി മുൻഷി, KK നഹ, സൈതലവി കടവത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ PM സാദിഖ് മുഖ്യ പ്രഭാഷണം നടത്തി. പരിപാടിയുടെ മുന്നോടിയായി നാടകവും നടന്നു. യാത്ര 24-ന് കാസർഗോഡ് സമാപിക്കും. വാർത്തകൾ ചുരുക്കത്തിൽ. ആഭ ഇന്റർനാഷണൽ അക്കാദമിയിൽ നിന്ന് ബ്രെയിൻ എംപവർമെന്റ് ട്രെയിനിംഗ് പൂർത്തിയാക്കിയവർ ലിംക ഗിന്നസ് റെക്കോർഡുകൾ മറികടക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 17-ന് എറണാകുളം ഇടപ്പള്ളി തിരുവോണം ഓഡിറ്റോറിയത്തിൽ തുറന്ന വേദിയിൽ വെച്ചാണ് പരിപാടി. കോഴിക്കോട് പുതിയറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സേവകിന്റെ 35-ാം വാർഷിക പരിപാടികൾ ഏപ്രിൽ 21-ന് പുതിയറ SK സാംസ്കാരിക നിലയത്തിൽ നടക്കും. സമാപനം 25-ന് വൈകുന്നേരം 5:30-ന് പറയഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് 2ാം നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായുള്ള വിഷൻ 2030യുടെ ഭാഗമായുള്ള ജനസഭയ്ക്ക് തുടക്കം. സ്വകാര്യ മേഖലയിൽ ദളിത് വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുമെന്ന് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നാൾക്കുനാൾ പ്രമേയം പാസാക്കുന്നത് ദളിതരെ കബളിപ്പിച്ച് വീണ്ടും കൂടെ നിർത്താനുള്ള തന്ത്രം മാത്രമാണെന്ന് കേരള ദളിത് ഫെഡറേഷൻ. ന്യൂനപക്ഷ വിഭാഗത്തിലെ വിധവകൾക്ക് ഈ ബജറ്റിൽ 25 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്ന് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി മഞ്ഞളാംകുടി അലി.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life.